ഹലോ ഓൾ, വെൽക്കം ടു സൈറ ലേണിംഗ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ് ആണ്. അപ്പം എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് നോക്കാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്രോസ് ബോർഡർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. മറ്റൊരു രാജ്യത്ത് താമസിക്കുന്ന ഒരു ഇൻവെസ്റ്റർ, ഇൻഡിവിജ്വൽ ആവാം, കമ്പനി ആവാം, വേറൊരു രാജ്യത്ത് ചെന്ന് അവിടുത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, US ബേസ് ആയിട്ടുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ വന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. ഇവിടെ കൺട്രോളിംഗ് പവർ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 10% മേളിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടെങ്കിൽ അതും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ഇപ്പം ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ കമ്പനിയോ, ഒരു ഫോറിൻ കൺട്രിയിലുള്ള ഇൻഡിവിജ്വലോ കമ്പനിയോ മറ്റൊരു രാജ്യത്ത് നിന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. FDI വഴി ഫോറിൻ കമ്പനിക്ക് മറ്റൊരു രാജ്യത്തുള്ള ബിസിനസ്സിൽ ഓണർഷിപ്പും കൺട്രോളിംഗ് പവറും കിട്ടുകയാണ് ചെയ്യുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും രണ്ടാണ്. ഇന്ത്യയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങുകയാണെങ്കിൽ അത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം. സെക്യൂരിറ്റി വാങ്ങുകയാണെങ്കിൽ അത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നേരെ മറിച്ച് ഇന്ത്യയിൽ വന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും രണ്ടും രണ്ടാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഡേ ടു ഡേ കാര്യങ്ങളടക്കം എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് ഈ കമ്പനിക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അവിടെ ക്യാഷിന്റെ മാത്രം ഇൻഫ്ലോ അല്ല, ടെക്നോളജി, നോളജ്, സ്കിൽ ഇതെല്ലാം മറ്റൊരു രാജ്യത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹോസ്റ്റ് കൺട്രിയെ സംബന്ധിച്ച് അവർക്ക് ഒരു നോൺ ഡെറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ് കിട്ടുന്നത്. അതായത് ഹോസ്റ്റ് കൺട്രിയെ സംബന്ധിച്ച് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഇൻ റിട്ടേൺ ആയിട്ട് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഒരു നോൺ ഡെറ്റ് റിസോഴ്സസ് ആണ് ഹോസ്റ്റ് കൺട്രീനെ സംബന്ധിച്ച് അതിന് കിട്ടുന്നത്. അതുപോലെ തന്നെ FDIയുടെ ബെനിഫിറ്റ് എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെയല്ല കിട്ടുന്നത്. ആ രാജ്യത്തിന്റെ സിസ്റ്റം, ഇൻഫ്രാസ്ട്രക്ചർ, പോളിസി ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് FDIയുടെ ഇൻഫ്ലോയിലും വ്യത്യാസമുണ്ട്. അടുത്തത് എന്താണ് ഹോം കൺട്രി, ഹോസ്റ്റ് കൺട്രി എന്നുള്ളതാണ്. എവിടെയാണോ ഒരു കമ്പനി ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, എവിടെയാണോ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ആ രാജ്യത്തെയാണ് നമ്മൾ ഹോം കൺട്രി എന്ന് പറയാം. ഏത് രാജ്യത്താണോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് അതിനെയാണ് ഹോസ്റ്റ് കൺട്രി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, US ബേസ്ഡ് ആയിട്ടുള്ള, US രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഹോം കൺട്രി എന്ന് പറയുന്നത് US-ഉം ഹോസ്റ്റ് കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയും ആയിരിക്കും. അടുത്തത് ടൈപ്സ് ഓഫ് FDI ആണ്. FDI 4 തരത്തിലുണ്ട്. ഹൊറിസോണ്ടൽ FDI, വെർട്ടിക്കൽ FDI, കോൺഗ്ലോമറേറ്റ് FDI, പ്ലാറ്റ്ഫോം FDI. എന്താണ് ഹൊറിസോണ്ടൽ FDI എന്ന് പറയുന്നത്? ഫോറിൻ കമ്പനി അവരുടെ ഹോം കൺട്രിയിൽ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഹോസ്റ്റ് കൺട്രിയിലും ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ ഹൊറിസോണ്ടൽ FDI എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, US ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നടത്തുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഹൊറിസോണ്ടൽ FDI ആണ്. എന്താണോ ഫോറിൻ കൺട്രിയിൽ ചെയ്യുന്നത് അതേ ബിസിനസ്സിൽ ഹോസ്റ്റ് കൺട്രിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനെയാണ് ഹൊറിസോണ്ടൽ FDI എന്ന് പറയുന്നത്. അടുത്തത് വെർട്ടിക്കൽ FDI ആണ്. വെർട്ടിക്കൽ FDI എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിനിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനെയാണ്. ഒന്നെങ്കിൽ റോ മെറ്റീരിയൽ അക്വയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കാം. ഇപ്പൊ സപ്ലൈ ചെയിനിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ വെർട്ടിക്കൽ FDI എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി അതിന്റെ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ കോട്ടൺ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതെന്താണ് വെർട്ടിക്കൽ FDI ആണ്. ഇനി അതല്ല, ഇതുമായിട്ട് ഡിസ്ട്രിബ്യൂഷനുമായിട്ട്, ടെക്സ്റ്റൈൽസിന്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരിടത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതും വെർട്ടിക്കൽ FDI ആണ്. ഇവിടെ എന്ത് പ്രൊഡക്റ്റ് ആണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ സെയിം പ്രൊഡക്റ്റിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന, ഒന്നെങ്കിൽ അതിന്റെ റോ മെറ്റീരിയലുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കാം,
ഇല്ലെങ്കിൽ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട്. അപ്പൊ ആ മെറ്റീരിയലിന്റെ സപ്ലൈ ചെയിനിൽ എവിടെയെങ്കിലും ആണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതെങ്കിൽ അതിനെയാണ് വെർട്ടിക്കൽ FTA എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. ബാക്ക്വേർഡ് വെർട്ടിക്കൽ ഇന്റഗ്രേഷനും ഫോർവേഡ് വെർട്ടിക്കൽ ഇന്റഗ്രേഷനും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സപ്ലൈ ചെയിനിന്റെ ലോവർ സപ്ലൈ ചെയിനിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ബാക്ക്വേർഡ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ആണ്. അതായത് റോ മെറ്റീരിയൽ അക്വയർ ചെയ്യുക, റോ മെറ്റീരിയലുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഇൻഡസ്ട്രിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ബാക്ക്വേർഡ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ, ടെക്സ്റ്റൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി കോട്ടണോ പോളിസ്റ്ററോ അങ്ങനെ അതിന്റെ റോ മെറ്റീരിയലിലോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ അതെന്താണ്? ബാക്ക്വേർഡ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ആണ്. അതുപോലെ തന്നെ കോഫി പൗഡർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ കോഫി പ്ലാന്റേഷൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ അത് ബാക്ക്വേർഡ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻസ് ആണ്. റോ മെറ്റീരിയലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ബാക്ക്വേർഡ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് ഫോർവേഡ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ആണ്. സപ്ലൈ ചെയിനിന്റെ കുറച്ചും കൂടെ ഹയർ പൊസിഷനിലേക്ക്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിള് കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്ന കോഫി പൗഡർ സെല് ചെയ്യുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ അതിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിനെ നമുക്ക് എന്താണെന്ന് പറയാം? ഫോർവേഡ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ആണെന്ന് പറയാം. ഇല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ബിസിനസ് നടത്തുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് അതിന്റെ സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഫോർവേഡ് വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ ആണ്. അടുത്ത ഏരിയ എന്ന് പറയുന്നത് കോൺഗ്ലോമറേറ്റ് FTA ആണ്. ഇതൊരു തവണത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ അൺറിലേറ്റഡ് ഇൻഡസ്ട്രീസിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെയാണ് കോൺഗ്ലോമറേറ്റ് FTA എന്ന് പറയാം. US ടെക്സ്റ്റൈൽസ് ബിസിനസ് നടത്തുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് മറ്റൊരു ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഓട്ടോമൊബൈലിലെ ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കത് കോൺഗ്ലോമറേറ്റ് FTA ആണെന്ന് പറയാം. അൺറിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനെയാണ് കോൺഗ്ലോമറേറ്റ് FTA എന്ന് പറയാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, അടുത്ത ഏരിയ, അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം FTA ആണ്. പ്ലാറ്റ്ഫോം FTA എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഒരു ഫോറിൻ കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷെ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പ്ലാറ്റ്ഫോം FTA എന്ന് പറയുന്നത്. മറ്റൊരു രാജ്യത്ത് ചെന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അവിടെയുള്ള പ്രൊഡക്റ്റ് വേറൊരു തേർഡ് കൺട്രിയിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് പ്ലാറ്റ്ഫോം ഇൻഡസ്ട്രി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു US കമ്പനി ഇന്ത്യയിൽ വന്ന് പ്രൊഡക്ഷൻ നടത്തുകയും ആ പ്രൊഡക്റ്റുകൾ ശ്രീലങ്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ, അല്ലെങ്കിൽ ശ്രീലങ്കയോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ അത് പ്ലാറ്റ്ഫോം FTA ആണ്. മറ്റൊരു രാജ്യത്ത് പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യും, അവിടുന്ന് വേറൊരു രാജ്യത്തേക്ക് അത് എക്സ്പോർട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം FTA എന്ന് പറയും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റൂട്ട്സ് ഓഫ് FTA ആണ്. FTAക്ക് ഇതും ഒരു തവണത്തെ ക്വസ്റ്റ്യൻ ആണ്. FTAക്ക് രണ്ട് റൂട്ടുകളാണുള്ളത്, ഓട്ടോമാറ്റിക് റൂട്ട് ആൻഡ് ഗവൺമെന്റ് റൂട്ട്. ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ FTA ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഗവൺമെന്റിന്റെയോ RBIന്റെയോ അനുമതി മുൻപേ മേടിക്കേണ്ടാത്ത കേസുകളെയാണ് ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് പറയാം. ഒരു FTA അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് RBIയുടെയോ ഗവൺമെന്റിന്റെയോ അനുമതി മുന്നേ മേടിച്ചു വെക്കണ്ട, സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് പറയാം. രണ്ടാമത്തത് ഗവൺമെന്റ് റൂട്ടാണ്. ഗവൺമെന്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഫോറിൻ എൻറ്റിറ്റി നിർബന്ധമായിട്ടും ഗവൺമെന്റിന്റെയോ RBIയുടെയോ പെർമിഷൻ മേടിച്ചിട്ടുണ്ടായിരിക്കണമെങ്കിൽ അതിനെയാണ് ഗവൺമെന്റ് റൂട്ട് എന്ന് പറയാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് FTA പ്രൊഹിബിറ്റഡ് സെക്ടർ ആണ്. ഇതും ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ ഏരിയയിലാണ് FTA പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളത്? പ്രൈവറ്റ് സെക്ടറിന് ഓപ്പൺ അല്ലാത്ത ഒരു ഏരിയയും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനും ഓപ്പൺ അല്ല. പിന്നെ പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അതുപോലെ തന്നെ അറ്റോമിക് എനർജി, ലോട്ടറി ബിസിനസ്, അത് ഗവൺമെന്റ് പ്രൈവറ്റ് ഓൺലൈൻ ലോട്ടറി ഏതാണെങ്കിലും, അതുപോലെ തന്നെ ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ്, ചിറ്റ് ഫണ്ട്സ്, നിധി കമ്പനി, ട്രേഡിംഗ് ഇൻ ട്രാൻസ്ഫറബിൾ ഡെവലപ്മെന്റ് റൈറ്റ്, ടൊബാക്കോ പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിങ്, ഇതിലൊന്നും FTA പെർമിറ്റഡ് അല്ല. എന്താണ് ട്രേഡിംഗ് ഇൻ
ട്രാൻസ്ഫറബിൾ ഡെവലപ്മെന്റ് റൈറ്റ്സ് നമുക്കറിയാം ഗവൺമെന്റിന്റെ കമ്പൽസറി അക്വിസിഷൻ നടക്കുന്ന കേസുകളിൽ ഇപ്പൊ ഭൂമിയൊക്കെ നിർബന്ധമായിട്ട് ഏറ്റെടുക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെയോ ഭാഗമായിട്ട് ചിലപ്പോൾ റോഡ് വലുതാക്കുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡാം വരുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ പല കാരണം കൊണ്ട് ഗവൺമെന്റ് നിർബന്ധമായിട്ടും ഭൂമി ഏറ്റെടുക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ കമ്പൽസറി അക്വിസിഷൻ നടക്കുന്ന കേസുകളിൽ അവർക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അതിന്റെ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ വളരെ കുറവായിരിക്കും അതിന്റെ മാർക്കറ്റ് വാല്യൂ അല്ല ഗവൺമെന്റ് കൊടുക്കുക അതിനേക്കാൾ കുറഞ്ഞ ഒരു കോമ്പൻസേഷൻ ആയിരിക്കും കൊടുക്കുക ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫറബിൾ ഡെവലപ്മെന്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടുന്ന റൈറ്റ് സെക്യൂരിറ്റികളായിട്ട് ഇഷ്യൂ ചെയ്യുകയും മറ്റ് സെക്യൂരിറ്റി ഡീൽ ചെയ്യുന്നത് പോലെ നമുക്ക് മാർക്കറ്റിൽ ഡീൽ ചെയ്യാനും പറ്റും അപ്പൊ അതിനെയാണ് ട്രേഡിംഗ് ഇൻ ട്രാൻസ്ഫറബിൾ ഡെവലപ്മെന്റ് റൈറ്റ് എന്ന് പറയാം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒരു ഫോറിൻ കൺട്രി ബേസ് ചെയ്തിട്ടുള്ള കമ്പനി മറ്റൊരു രാജ്യത്ത് ചെന്ന് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റുകളെയാണ് അതിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റുകളെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും രണ്ടാണ് ഷെയർസ് വാങ്ങിയാലും നമ്മൾ വിചാരിക്കും ഓണേഴ്സ് ആവുമല്ലോ എന്ന് പക്ഷെ ഷെയർസ് വാങ്ങുകയാണെങ്കിൽ ഒരു സെക്യൂരിറ്റി മാർക്കറ്റ് വഴി ഷെയർസ് വാങ്ങുകയാണെങ്കിൽ അതിനെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയാം നേരെ മറിച്ച് ഇവിടെ വന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൺട്രോളിംഗ് പവർ ഉണ്ടെങ്കിൽ അതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം അതുപോലെ തന്നെ 10% മേളിൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ കൺട്രോളിംഗ് വോട്ടിംഗ് റൈറ്റ് ഉണ്ടെങ്കിൽ അതിനെയും FDI ആയിട്ടാണ് പരിഗണിക്കാറുള്ളത് ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് താങ്ക് യു